ഹായ് ഓൾ. ഇന്ത്യൻ റെയിൽവേയില് ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് റെയിൽവേ 2026 എത്ര പേരെയാണ് ജൂനിയർ എഞ്ചിനീയർ റാങ്കിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് റെയിൽവേ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം റെയിൽവേ ഇപ്പം എല്ലാ വർഷവും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ഒപ്പം തന്നെ നിയമനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ എന്നുള്ളത്. അപ്പം ഈ 2026 ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്കറിയാം 3 ഇയർ ഡിപ്ലോമയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അടിസ്ഥാന യോഗ്യത 3 ഇയർ ഡിപ്ലോമയാണ്. കൂടാതെ ഡിപ്ലോമയ്ക്കൊപ്പം ബിടെക് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. നമുക്കറിയാം സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിലവിൽ റെയിൽവേ ഔദ്യോഗികമായിട്ട് തന്നെ ഇതിന്റെ ഒരു വേക്കൻസി ഓരോ സോൺ വൈസിൽ എത്രത്തോളം വരുമെന്നും ഓൾ ഓവർ ഇന്ത്യയിൽ എത്രത്തോളം സോണുകൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്നും തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് തുടങ്ങേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 ഇയർ ഡിപ്ലോമ അവസാന വർഷം പഠിക്കുന്നവർ അതുപോലെ തന്നെ ബിടെക് യോഗ്യത കഴിഞ്ഞിറങ്ങുന്നവരൊക്കെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്നും സെൻട്രൽ ഗവൺമെന്റിൽ തന്നെ നിയമനം കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണെന്നും, അതായത് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതി ഒരു ഇയർലി ഏജിൽ തന്നെ സർക്കാർ ജോലിക്ക് കയറാനുള്ള അവസരം കൂടിയാണ്. അതായത് റെയിൽവേ ഇപ്പോൾ എല്ലാ വർഷവും ഇതിന്റെ നിയമനം നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ 4098 വേക്കൻസികളാണ് ഇവിടെ നിയമനത്തിൽ വരാൻ പോകുന്നത്. അതായത് ഇത്രയും വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി ടെസ്റ്റുകൾ കഴിഞ്ഞ് ഇന്റർവ്യൂവിനും വിളിച്ച് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഡ്വൈസ് തരികയാണ്. PSC ഉള്ളതുപോലെ റാങ്ക് ലിസ്റ്റ് ഇട്ട് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള സാധ്യതയൊന്നുമല്ല. മറിച്ച് റെയിൽവേയിൽ നിങ്ങൾ ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് റെയിൽവേ എക്സാമുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഷുറൻസോട് കൂടി പഠിച്ച് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായുള്ള സ്ട്രീമുകളിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം റെയിൽവേയിൽ നമ്മൾ അപേക്ഷിക്കേണ്ടത് വ്യത്യസ്ത സോണുകളിൽ, അതായത് വ്യത്യസ്ത RRBകളായിരിക്കും. ഓരോ RRBകൾ ഒന്നിലധികം സോണുകളിലേക്കോ അല്ലെങ്കിൽ ഒരു സോണിലേക്കോ അല്ലെങ്കിൽ ഒരു സോണിലേക്ക് തന്നെ വ്യത്യസ്ത റീജിയനിലായിരിക്കും നിയമനം നടത്തുന്നത്. അതൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ടോട്ടൽ വേക്കൻസികളുടെ എണ്ണം 4098 വേക്കൻസിയാണ്. അതായത് എല്ലാ സ്ട്രീമുകളിലും എല്ലാ സോണുകളിലുമായിട്ടാണ് ഈ ഒരു വേക്കൻസി ഉള്ളത്. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഓരോ സോണുകളിലും എത്ര വീതം വേക്കൻസിയാണ്, ഓരോ RRBക്കും എത്ര വേക്കൻസിയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ ഈ സ്ട്രീമുകളുടെ എല്ലാം കോഴ്സുകൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. റെയിൽവേ ആണ്, ജനറൽ ടോപ്പിക്കുകൾ കൂടി ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. എന്നാൽ ജനറൽ എക്സാമിനേഷന്റെ ടയർ 1 ശേഷം വരുന്ന സബ്ജക്ട് ഓറിയന്റഡ്, അതായത് നിങ്ങളുടെ കോർ സബ്ജക്ട് ഓറിയ എക്സാമിനേഷന് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ഉള്ളതാണ്. അപ്പോൾ റെയിൽവേയിൽ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ശമ്പളമാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പിച്ച് തന്നെ തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.